എല്ലാവർക്കും നമസ്കാരം. റേഡിയോ ബെൻസിഗറും യുണൈറ്റഡ് ഐക്കണും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയാണ് കുട്ടി റേഡിയോ. കുട്ടി റേഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലും ഹോമുകളിലും റേഡിയോയെക്കുറിച്ചുള്ള ബോധവൽക്കരണം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കുട്ടികൾ എല്ലാവരും വ്യാപൃതം. അത് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് പഠനത്തിലും സ്വഭാവ രീതിയിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇതൊരു വ്യത്യസ്തമായിട്ട് പഴയ കാലത്തിലെ കുട്ടികളെ പോലെ വാർത്ത കേൾക്കാനും ന്യൂസ് പേപ്പർ വായിക്കാനും അതുപോലെ റേഡിയോ ശ്രദ്ധിച്ച് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ തിരിച്ച് ആ ഒരു രീതി തിരിച്ച് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാനും, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അതിലിരുന്ന് കോമ്പറ്റീഷൻ വഴി നടത്തി അവരെ നല്ല RJ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് അവരെ ഈ റേഡിയോയിൽ കൊണ്ടുവന്ന് കുട്ടികളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ട് ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കുട്ടി റേഡിയോ. ഈ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാൻ യുണൈറ്റഡ് ഐക്കണിൻ്റെ 2 വ്യക്തികളാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഫൗണ്ടറും അതുപോലെ അതിൻ്റെ ചെയർമാനുമാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇവർ രണ്ടുപേരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്വാഗതം സാർ. താങ്ക് യു. അപ്പം ഫൗണ്ടർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അലൻ M. അലക്സാണ്ടർ. ഞാൻ മുൻ CWC മെമ്പറാണ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും അത് കൃത്യമായിട്ട് ഈ ഡയറക്ടർ റേഡിയോ FM-ൻ്റെ ഡയറക്ടർ അച്ഛനായിട്ട് സംസാരിക്കുകയും അച്ഛൻ്റെ ഒരു വിഷണറി വളരെയധികം നമ്മുടെ ഉദ്ദേശങ്ങൾ വളരെ വലുതായിരുന്നു. സോ അത് രണ്ടും കൂടെ സംയോജിച്ച് ഇങ്ങനൊരു പരിപാടിയായി കൊണ്ടുവരാൻ സാധിച്ചു. കൂടുതലായിട്ട് കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. സാറിനൊന്ന് പരിചയപ്പെടുത്തി. CB ഉദയൻ, പോപ്പുലറിൽ വർക്ക് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ടാറ്റ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്നു. താമസം ട്രിവാൻഡ്രത്താണ്. യുണൈറ്റഡ് ഐക്കണിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് യുണൈറ്റഡ് ഐക്കൺ, എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് ലഘുവായിട്ട് പറയാമോ? ഷുവർ. യുണൈറ്റഡ് ഐക്കൺ എന്ന് പറയുന്നതിന് തൊട്ട് യുണൈറ്റഡ് ഐക്കൺ എന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സംഘടന എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളത് വെച്ച് ഞാൻ പറയാം. അതായത് സംഘടന രൂപം കൊണ്ടത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കുടുംബങ്ങളിൽ നിന്നും വന്ന കുറച്ച് സുഹൃത്തുക്കൾ, ഒരു 7ഓളം സുഹൃത്തുക്കളുടെ ഒരേ ക്ലാസ്സിൽ അതും പല മേഖലയിൽ നിന്നും വന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് നമ്മുടെ സ്കൂൾ മേഖലയിൽ നിന്നും അതിനോടൊപ്പം ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നും വന്ന കുട്ടികളുടെ. അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിട്ട് വന്ന കുട്ടികൾ. ഇവർ 10ാം തരം കഴിയുന്നു. 10ാം തരം കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ ഒരു സ്വന്തമായി അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രൈവറ്റ് മേഖലകളിൽ ജോലിക്ക് പോവുകയും വിദ്യാഭ്യാസത്തിനോടൊപ്പം ജോലിക്ക് പോവുകയും അതിൽ കണ്ടെത്തുന്ന ഒരു തുക, അതിൽ നിന്നൊരു വീതം നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഇടയിലെ കുടുംബങ്ങളിൽ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മളത് മാറ്റിവെക്കുകയും അന്ന് അതിനോടൊപ്പം പിന്നെ ഈ കുട്ടികൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് പല മേഖലയിൽ, സർക്കാർ മേഖലയിലും അതിനോടൊപ്പം പ്രൈവറ്റ് മേഖലയിലും വിദേശത്തും വർക്ക് ചെയ്യുന്ന ഒരു 7 സുഹൃത്തുക്കളുടെ ഐക്യത്തോടുകൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് യുണൈറ്റഡ് ഐക്കൺ. സാർ, ഇത് നേരത്തെ CWC മെമ്പറാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കുട്ടി റേഡിയോ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങാനുള്ള കാരണം. എന്താണ് അതിനൊരു റീസൺ? അതെ, കുട്ടി റേഡിയോ എന്ന് പറയുന്ന എക്സ്പീരിയൻസിൽ തന്നെയാണ്. അതായത് കൊല്ലം ജില്ല ഒരു വലിയ ജില്ലയാണ്. കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ നമ്മൾ എങ്ങനെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ കാര്യമാണ്. അതായത് ആദ്യം നമ്മൾ കുട്ടികളിലുള്ള അവരുടെ വാസനകൾ എന്താണെന്ന് തിരിച്ചറിയുക. ആ കുട്ടികളെ നമുക്ക് ഏത് വഴിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് പലയിടത്തും കിട്ടാറില്ല. പിന്നെ നമ്മുടെ പേരൻസിൻ്റെ വളരെയധികം തിരക്കുകളുള്ള ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ റിക്രിയേഷണൽ ആക്ടിവിറ്റി, മറ്റുള്ള ആക്ടിവിറ്റീസ്, പഠനം മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ കൊണ്ടുവന്ന് അവരുടെ വാസനകൾ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ലെവൽ, ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടുവരുന്നത് കൂടുതലും സ്ക്രീൻ അഡിക്ഷൻ. കുട്ടികൾക്ക് ഒരുപാട് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്. TV, ഫോൺ, കൂടുതലും സമയം അതിനകത്ത് കണ്ടെത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റീൽസ് യുഗമാണ്. റീൽസ് യുഗത്തിനകത്ത് കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഒരു സിനിമയൊക്കെ മുഴുവനായി ഇരുന്ന് കാണുന്ന നമ്മുടെ ഒരു കുടുംബമൊക്കെ അങ്ങനെയായിരുന്നല്ലോ.
പക്ഷേ ഇപ്പോൾ ആ കാലഘട്ടം മാറി. ഇപ്പം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡുള്ള റീൽ മാത്രം കാണുന്ന, ക്ഷമയോടുകൂടി മാത്രം കാണുന്ന കുട്ടികളിലേക്ക് നമ്മൾ വളരുന്നൊരു യുഗമായി. ഇതിലൊരു മാറ്റം ഉണ്ടാവണം. ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും മറ്റേ ഇതുപോലെ FMസും ചാനൽസും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക, കമ്മ്യൂണിറ്റിക്ക് ഇറങ്ങുക, കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അതിനുതകുന്നൊരു പരിപാടിയാണ് റേഡിയോ. കാര്യം കൂടുതലായിട്ട് ഇങ്ങനെ കേൾക്കുക. പണ്ട് നമ്മൾ ഗുരുനാഥന്മാരും അപ്പൂപ്പനമ്മമാരും പറയുന്നതൊക്കെ നമ്മളിരുന്ന് കേൾക്കാറുണ്ട്. കഥകളിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ഇത് ഇപ്പോൾ കാണാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തുടക്കം ഉണ്ടാവാം ഈ റേഡിയോയിലൂടെ. നമുക്ക് എങ്ങനെയാണ് ഈ റേഡിയോ, ഇപ്പോൾ നമുക്കൊരു റേഡിയോ ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻസ് ഹോമുകളും സ്കൂളുകളിലൊക്കെ ഒരു പ്രത്യേക റൂമിൽ നമുക്ക് ഇതുപോലെ റേഡിയോ കൊടുത്തുകൊണ്ട് അവർക്ക് ഒതുങ്ങുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ബെൻസിയർ എഫ്എമ്മിലൂടെ കൊണ്ടുവരികയും അവരെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാം, ആ പർട്ടിക്കുലർ പ്രോഗ്രാമിന് അവരെ എങ്ങനെ നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കും, അവരുടെ കഴിവുകൾ. ഇപ്പോൾ ഒരു റേഡിയോ ജോക്കി, ഒരു കുട്ടി റേഡിയോ ജോക്കിയെ നമുക്ക് വാർത്തെടുത്തൂടെ? തുടക്കത്തിൽ തന്നെ നമുക്ക് അവരുടെ വാസനകൾ കണ്ടെത്തി നമുക്കങ്ങനെ ഒരു കോമ്പറ്റീഷൻ കണ്ടെത്താം, സ്കൂളുകളുമായിട്ട് സഹകരിക്കാം. സ്കൂളിൽ എന്തുകൊണ്ട് നമുക്കൊരു യുണൈറ്റഡ് ഐക്കൻ്റെ പ്രതിനിധി, ഒരു ഐക്കണെ കണ്ടെത്തിക്കൂടാ? ആ ഐക്കൺ എന്തുകൊണ്ട് ഈ റേഡിയോ ജോക്കിയായിട്ട് സംവാദിച്ചുകൂടാ? അങ്ങനെ സംവാദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് നമുക്കത് എങ്ങനെ നടപ്പിലാക്കിയെടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലൊരു പ്രശ്നമുണ്ട്, സ്കൂളിൻ്റെ പുറത്തൊരു പ്രശ്നമുണ്ട്. അവർക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനും ഇവിടെ ഇപ്പം CWC ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്, DCPO ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന് ഒപ്പം തന്നെ നമുക്ക് അവരോട് സഹകരിച്ചു തന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ പരിപാടി ആ രീതിയിലേക്ക് കൊണ്ടുവന്നിടാം. ഒരു കുട്ടിക്ക് അവരുടെ പ്രശ്നം പറയാൻ ഒരു അരമണിക്കൂർ പ്രോഗ്രാം നമ്മൾ FM വഴി കൊടുക്കുന്നു, നമ്മുടെ ബെൻസിയർ FM വഴി കൊടുക്കുന്നു. സോ അത് കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ ജനങ്ങൾക്ക് കൊല്ലം ജില്ല ഒരു വലിയ ജില്ലയാണ്. ഇതിനകത്ത് പല ആൾക്കാർക്കും നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോലുള്ള നിയമങ്ങളൊന്നും അറിയില്ല. CWC എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, ചൈൽഡ് ലൈൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. പൊതുവേ 14 ജില്ലകളിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന CWCയും ചൈൽഡ് ലൈനും DCPO ഉള്ള ജില്ലയാണ് കൊല്ലം. അതുപോലെ തന്നെ പോലീസും. കാര്യം പോലീസിൻ്റെ സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 3 സംവിധാനം ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പം നമുക്ക് എന്തുകൊണ്ട് അവർക്ക് സഹായമായി, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം, അരമണിക്കൂർ പ്രോഗ്രാം ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായി ഇത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു കുട്ടി റേഡിയോ എന്നൊരു പ്രോഗ്രാം മറ്റുള്ളവർ അറിയട്ടെ, കുട്ടികൾ വരട്ടെ. അതാണ് അതിൻ്റെ ആശയം. ഓക്കെ, ഈ യുണൈറ്റഡ് ഐക്കൻ്റെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് പരിപാടി? നിലവിൽ യുണൈറ്റഡ് ഐക്കൻ്റെ ശരിക്കും സംഘടനയ്ക്ക് നമുക്ക് കൂടുതലും കുട്ടികളുടെ ക്ഷേമം, അതിനോടൊപ്പം യൂത്ത് എംപവർമെൻറ്റ്, അത് കഴിഞ്ഞ് നമുക്ക് സിറ്റിസൺ ജേർണലിസം, ഈ 3 ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നു വരുന്നതിൽ ശരിക്കും നമ്മളിപ്പോൾ 3-4 പ്രോജക്ട്സോളം നമുക്ക് റണ്ണിങ് ആണ്. അതിൽ ഒന്ന് ശരിക്കും ദിശ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ് പരീക്ഷാ ഭയം മാറ്റുന്നതിന് വേണ്ടി, അതിനോടൊപ്പം ഡ്രഗ്സിനെതിരെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. അത് ശരിക്കും സ്കൂളുകളിലും നിലവിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻസ്, ട്രിവാൻഡ്രത്ത് തന്നെ 3-4 റെസിഡൻസ് അസോസിയേഷൻസിലെ കുട്ടികളുടെ അവർക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സും അതിനോടൊപ്പം പ്രൊഫസേഴ്സും അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് അടക്കം വന്ന് നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറൗണ്ട് 128 ക്ലാസ്സുകൾ ശരിക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞു ദിശയുടെ ഇതിനോടൊപ്പം നമ്മൾ ഒപ്പം എന്ന ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. ആ ഒപ്പം പ്രോജക്റ്റ് ശരിക്കും നമ്മുടെ അച്ചൻകോവിൽ ഏരിയയിൽ, ട്രൈബൽ ഏരിയയിൽ പോഷകാഹാര വിതരണം, കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണമാണ് നമ്മൾ ലക്ഷ്യം ചെയ്ത്. അച്ചൻകോവിലെ ട്രൈബൽ ഏരിയയിൽ മാത്രമല്ല, നമ്മൾ ശരിക്കും പൂവ ഹോംസിലും ചിൽഡ്രൻസ് ഹോംസിലും ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും ഈ 3 ജില്ലകളിലും വൈഡായിട്ട് നമ്മുടെ മറ്റുള്ള പ്രോജക്ട്സുകൾ പോകുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കിതൊരു രൂപീകരിച്ച്, അതായത് ഒരു 2 ഗ്രൂപ്പായി തീരുമാനിച്ച്, അർബൻ ഗ്രൂപ്പും അതിനോടൊപ്പം ഒരു റൂറൽ ഗ്രൂപ്പും എന്നുള്ള 2 കമ്മിറ്റികൾ രൂപീകരിച്ച് ആ കമ്മിറ്റി വഴിയാണ് നമ്മളിതിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിലിപ്പോൾ ഈ പോഷകാഹാര വിതരണവും ഇതുപോലെ തന്നെ ഒരു 200-220ഓളം നമ്മൾ ഇതായിട്ട്, അതായത് ഒപ്പം എന്നുള്ള പേരിൽ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഇനി ഒരു അപ്കമിങ് പ്രോജക്ട്സ് 3-4 ഉണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതായിരിക്കും. ഓക്കെ, ഈ യുണൈറ്റഡ് ഐക്കൻ്റെ പ്രവർത്തന മേഖലയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഘടന എന്തുവാണ്? ഏതൊക്കെ സ്റ്റേറ്റ് വൈസ് ആണോ, ഡിസ്ട്രിക്ട് വൈസ് ആണോ? പിന്നെ ഈ സിറ്റിസൺ ജേർണലിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ഒന്ന് ലഘുവായിട്ടൊന്ന് പറഞ്ഞു. യുണൈറ്റഡ് ഐക്കൻ ഒരു നാഷണൽ NGO ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്രവർത്തനം കൂടുതലും 3 ജില്ലകളിൽ മാത്രമായിട്ട്
ഒതുങ്ങിയിരിക്കുകയാണ്. അതിപ്പം ഇപ്പം ആലപ്പുഴ, ഇടുക്കി അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം പരിപാടി അവിടെ മാത്രമേ നമ്മൾ പ്രോഗ്രാംസ് ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിലവിൽ സംസ്ഥാന കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ അണ്ടറിൽ ജില്ലകളിൽ അർബൻ കമ്മിറ്റിയും റൂറൽ കമ്മിറ്റിയും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇനി പ്രവർത്തനങ്ങൾ നമ്മൾ ഏകീകരിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ യുണൈറ്റഡ് ആക്കുന്ന ഒരു ഘടന. അല്ല, ഈ സിറ്റിസൺ ജേർണലിസത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സിറ്റിസൺ ജേർണലിസം നമുക്ക് വൈഡായിട്ട് ഒരുപാട് ഇപ്പം നമുക്കിപ്പോൾ സംസാരിച്ച് തുടങ്ങിയാൽ തീരാത്ത രീതിയിലേക്കുള്ള ഒരു വലിയൊരു മേഖലയാണ്. സിറ്റിസൺ ജേർണലിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ CWC നിന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതും. ഓരോ ഏരിയയിൽ പോകുമ്പം നമുക്ക് ചില ഏരിയാസ് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് ബാക്ക്വേർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അവർക്ക് അവിടുന്ന് കൃത്യമായ കെയർ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ആ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുക. ഞാൻ CWCയിലുള്ള സമയങ്ങളിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും, അതായത് എവിടെയാണോ കൂടുതൽ പ്രശ്നമുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകമുള്ള ഏരിയ കണ്ടെത്തി ആ ഏരിയയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഞങ്ങൾ ചെയർമാനും മെമ്പേഴ്സും ഒക്കെ അടങ്ങി അവിടുത്തെ പഞ്ചായത്തും മറ്റുള്ള പോലീസും എക്സൈസും ഒക്കെ ചേർന്നൊരു കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെയാണ് സിറ്റിസൺ ജേർണലിസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിറ്റിസൺ ജേർണലിസം ഓരോ നാട്ടിൽ നിന്നും ഒരു ജേർണലിസ്റ്റ് ഉണ്ടാവണം. ഇതിനകത്ത് ഏറ്റവും എനിക്ക് മനസ്സിലാക്കുന്നത് ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ അവർക്കൊരു എക്സ്പോഷറില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പം ഇതിൻ്റെ ചെയർമാൻ സിബിനാഥ് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളാണ്. ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഇവർക്ക് എക്സ്പോഷർ വളരെ കുറവാണ്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എക്സ്പോഷർ കിട്ടിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചാനൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അല്ല, അപ്പോൾ അവർക്ക് ഫീൽഡ് വർക്ക് ഉണ്ടല്ലോ. ഫീൽഡ് വർക്ക് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇൻവോൾവ് ചെയ്തുകൂടാ? അവർക്ക് എന്തുകൊണ്ട് ചാനലിൽ ഇൻവോൾവ് ചെയ്തു? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. യുണൈറ്റഡ് ആക്കാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾ അതിലേക്ക് ഇപ്പം നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് അതാണ്. സിറ്റിസൺ ജേർണലിസമായിട്ട് ബന്ധപ്പെട്ട്, ചാനൽസുമായിട്ട് ബന്ധപ്പെട്ട്, FM-ഉമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ നാടിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു വേദി ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ NCR FM-ഉമായിട്ട് ചേർന്ന്, സ്കൂളുകളുമായി ചേർന്ന് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ തന്നെ ഒരു ജേർണലിസ്റ്റിനെ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഒരു ഐക്കണെ സ്കൂളുകൾ കണ്ടെത്തുമെന്ന് പറഞ്ഞു നേരത്തെ നമ്മുടെ കുട്ടി റേഡിയോയായിട്ട് ചേർന്ന്. ആ ഐക്കൺ ഇങ്ങനെയുള്ള വാർത്തകൾ അവരിലൂടെ എത്തിക്കുകയും ഇവിടുന്ന് റേഡിയോ ജോക്കിയായിട്ട് നമ്മൾ കണ്ടെത്തുന്ന കുട്ടികൾ അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നത് നല്ലൊരു വലിയ ആശയമാണ്. ഇതുപോലെ തന്നെ യുവാക്കളിലും ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചേർന്ന് വിവിധ പരിപാടികളും ആശയങ്ങളും മുന്നോട്ട് വയ്ക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ യുണൈറ്റഡ് ആക്കിൻ്റെ ഇനി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ശരിക്കും നിലവിൽ ഇനി പ്രവർത്തിക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, ദിശയും ഒപ്പവും ഇത് രണ്ടും നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വരുന്നത് ശരിക്കും നമ്മുടെ വരം എന്നുള്ള ഒരു പ്രോജക്റ്റും ഉണ്ട്. അതിനോടൊപ്പം വരം പ്രോജക്റ്റ് അലൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. അലൻ സംസാരിക്കുന്നതായിരിക്കും. വരത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ CWCയിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. കൂടുതലും നമുക്ക് ഈ എന്താ പറയുക, പോക്സോ കുട്ടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വ്യക്തമായിട്ട് നോക്കുന്നതിന് വേണ്ടി പല പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ കാവൽ പ്ലസ്, കാവൽ വെള്ളം, ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ വിട്ടുപോകുന്ന ഒരു സമൂഹമുണ്ട്. അതായത് ഇതിലൊരു പ്രതി ഉണ്ടാവും, സ്വാഭാവികമായിട്ടും അതിലൊരു പ്രതി ഉണ്ടാവും. ആ പ്രതിക്ക് ഒരു മകളോ മകനോ കാണും, ഒരു കുടുംബമുണ്ട്. അവരുടെ പഠനങ്ങൾ നിന്നുപോയ, അല്ല അവർക്ക് മറ്റ് സമൂഹത്തിന് മുമ്പിൽ ഫേസ് ചെയ്യാൻ സാധിക്കാതെ അവർ സ്കൂളുകളിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ അവർ സ്വന്തം നാട് തന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കുറേ കുട്ടികളെ, 1-2 കുട്ടികളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുകയും കണ്ടെത്തുകയും, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ചൈൽഡ് ലൈനും DCPയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും ഒക്കെ അറിഞ്ഞ് ആ കുട്ടിയെ നമുക്ക് ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ എക്സാമ്പിളായിട്ട് ഞാൻ പറയും. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയെ നമ്മൾ കൃത്യമായിട്ടൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം ഇവിടെ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ആ കുട്ടി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കോഴ്സുകൾ, NSDC സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ കൊടുത്ത് ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുക. അവർക്ക് തുടർന്ന് അവർക്ക് അവരുടെ വരുമാനം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുകയോ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുകയോ ചെയ്യാം. ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് അവരെ. അതിനുവേണ്ടി അവർക്ക് വേണ്ടി കൗൺസിലിങ്സ് ഞങ്ങളിപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ വളരെ ഇപ്പം നമുക്കിത് പുറത്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടാതെ തന്നെ അവർക്ക് വേണ്ട കൗൺസിലിങ്ങും അവർക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് കൊടുക്കാറുണ്ട്. കൊടുത്ത് ആ കുട്ടിയെ കൃത്യമായിട്ട് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം, അതാണ് വരം എന്ന് പറഞ്ഞ പ്രോജക്റ്റ്.
നേരത്തെ പറഞ്ഞല്ലോ ഈ സംഘടന രൂപീകരണം ഒരു 7 സുഹൃത്തുക്കളിലൂടെയാണ് ചെയ്തതെന്ന്. അതെ. ഇവരൊക്കെ ഒരേ മേഖലയിലുള്ളവരാണോ അല്ല പല മേഖലയിലുള്ളവരാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ചൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം? ശരിക്കും ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ബന്ധം, ആ ബന്ധം ശരിക്കും ഒരിക്കലും സ്കൂളിൽ നിന്നും ട്യൂഷൻ സെൻറ്ററിൽ നിന്നും പല രീതിയിൽ നിന്നും വന്ന കുട്ടികളായിരുന്നു. ആ 7 കുട്ടികൾ ഒരുമിച്ച് ആ 5 വർഷം മുതലേ കഴിഞ്ഞ 32 വർഷമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും നമ്മളുടെ ആശയം ശരിക്കും സംഘടനയിൽ കൂടി നമ്മുടെ ആശയം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടേതായ കിട്ടുന്ന നമ്മളുടെ എമൗണ്ടിൽ നിന്ന്, അതായത് എല്ലാവരും ജോലിക്കാരായ സമയത്ത് അതിൽ നിന്നും ഒരു എമൗണ്ട്, ഒരു അംശം മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അത് ഈ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ആശയം ഉണ്ടായിരുന്നു, അത് നടന്നുകൊണ്ടിരുന്നു. സോ എന്തുകൊണ്ട് പിന്നെ എന്നാൽ ഇതൊരു സംഘടനയായി മുമ്പോട്ട് പൊയ്ക്കൂടാ എന്നുള്ളൊരു ചിന്താഗതി വന്നു. അങ്ങനെ നമ്മളിതിനെ 2022 നമ്മൾ രജിസ്റ്റർ ചെയ്തു. സംഘടന എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഈ 7 പേരല്ലാതെ ഇതിലേക്ക് വരാൻ ഒരുപാട് പേരായി. സംഘടന എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിൽ പ്രവർത്തിക്കാനും നമ്മളെക്കൊണ്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിച്ചു, അതിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പല മേഖലയിലാണ്, സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും വിദേശത്തും ഇരിക്കുന്നവരാണ്. ഞങ്ങൾ ഇതിനകത്ത് പ്രതിനിധീകരിച്ചു. നമ്മളിപ്പോൾ അലൻ ഫൗണ്ടറാവുകയും ഞാൻ ചെയർമാനാവുകയും ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ 7 പേരിലോട്ട് നിന്ന് ഈ പറഞ്ഞതുപോലെ അർബൻ കമ്മിറ്റിയും റൂറൽ കമ്മിറ്റിയും ഇതിനോടൊപ്പം ഫൗണ്ടർ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞല്ലോ, സ്ക്രീൻ അഡിക്ഷനും ലഹരിയുടെ ഉപയോഗവും കൂടുതലാണ്. നമുക്ക് ഈ കുട്ടികളുടെ സഹിഷ്ണുതയൊക്കെ ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ 30 സെക്കൻഡിൽ കൂടുതലൊന്നും ഒരു കുട്ടി ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയുടെ ശ്രവണ എന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ. ഇപ്പോൾ അതൊരു 30 സെക്കൻഡിലേക്ക് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ലഹരി ഉപയോഗം പലപ്പോഴും എനിക്ക് തോന്നുന്നു വീട്ടുകളിൽ നിന്നാണ് അവർ കണ്ടുപിടിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു CWC എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരൻസ് കൂടുതലായിട്ട് കുട്ടികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ഒരു ടീച്ചർ പറയുന്നു നമുക്ക് കുട്ടി ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികമായൊരു സാധനം പേരൻസിൽ ഉണ്ടാവാറില്ല. പേരൻസ് പൊതുവെ അത് ഉണ്ടാവാറില്ല. അപ്പോൾ എൻ്റെ കൊച്ചത് ചെയ്യില്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആദ്യത്തെ മാറ്റം അവിടെയാണ് വരേണ്ടത്. കാര്യം കുട്ടികൾ നമ്മളെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പേരൻസിനെ വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്. നമ്മളൊരു നോട്ടം തന്നെ കണ്ടാൽ അവർക്കറിയാം ഞാൻ അടുത്തത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് കുട്ടിക്ക് അറിയാൻ പറ്റും. പേരൻസ് എന്താണ് പറയാൻ പോകുന്നത് അവർക്കറിയാൻ പറ്റും. പക്ഷേ പേരൻസ് അത് തിരിച്ചറിയുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം നേരത്തെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അറിയുന്നില്ല. കാര്യം അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവർ ഫുൾ ടൈം സോഷ്യൽ മീഡിയയും യൂട്യൂബിലും ഒക്കെ ഇരുന്ന് അവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോയി. നമ്മളിപ്പോഴും 10 വർഷം പുറകിലോട്ടാണ്. പൊതുവെ ഞാൻ എല്ലാവരെയും കാര്യമല്ല പറഞ്ഞത്. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റം ഉണ്ടാവണം. നമ്മൾ കുട്ടികളായിട്ട് കൂടുതൽ സമയം കണ്ടെത്തണം. സമയം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. നമുക്ക് എല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ജോലിക്ക് പോകുന്ന ഒരാളാണ്. തിരിച്ച് വൈകുന്നേരം നിന്ന് രാത്രിയായിരിക്കാം, സമയമില്ല, കുട്ടിയെ കാണാനൊരു സമയമില്ല. പക്ഷെ നമുക്ക് ബന്ധുക്കളുടെ വീട്ടിൽ പോകാനും കല്യാണത്തിന് പോകാനും നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ സമയമുണ്ട്. കുട്ടികളുടെ കാര്യം അവർ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുകയല്ലാതെ കുട്ടികളുടെ കൂടെ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഇന്ന് എന്താണ് സ്കൂളിലും കുട്ടികളിലും അവിടെയൊക്കെ ഉണ്ടായത് എന്താണ് എന്ന് പറയുന്ന ഒരു ആശയം ഓരോ കുടുംബത്തിനും കൊണ്ടുവരണം. നമ്മളിപ്പം പല പ്രോജക്റ്റുകളും പറയുന്ന പോലെ കുടുംബത്തിൽ ഓരോ പേരൻസും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് അരമണിക്കൂർ കുട്ടികളോട് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ആശയം വരുന്നതും പേരൻസ് അങ്ങനെ ഒരു ആശയം കുട്ടികളുടെ മുമ്പിൽ എത്തിക്കുകയും കുട്ടികൾ ആ സമയമാകുമ്പം അച്ഛനും അമ്മയോട് സംസാരിക്കാൻ തയ്യാറായി വരുന്നൊരു അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റോ ഉണ്ടാവട്ടെ. അങ്ങനെ എനിക്ക് പറയാനുള്ളത് പുതിയ ഗവൺമെൻറ്റാണ്, പുതിയ MLA ആണ്, നമ്മുടെ MLA തന്നെയാണ്, വുമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്ററാണ്. അപ്പോൾ മാഡം ഒരുപാട് ദീർഘവീക്ഷണമുള്ള ആളാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൊസൈറ്റിയിൽ നമ്മുടെ കൊല്ലം മേഖല വലിയൊരു ജില്ലയാണ്. എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കത്തില്ല. ഈവൻ ഇപ്പം CWC ആയാലും DCP ആയാലും ചൈൽഡ് ലൈൻ ആയാലും നേരെ ഒരു വാഹനം പോലും ഇല്ല. വാഹനം കോൺട്രാക്റ്റാണ് എടുക്കുന്നത്. ഒരു ആപത്തോ ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഓടി അവിടെ എത്താൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം ഉണ്ടാവണം. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന കുഞ്ഞു ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇത്രയും സംവിധാനങ്ങളുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ അവിടെ ആ കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാവുക. എപ്പോഴും ഒരു കമ്മിറ്റി ഉണ്ടായി അവിടെ ഒരു മോണിറ്ററിങ് ചെയ്യുമെന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. കൃത്യമായ ഫോളോ അപ്സ് അവിടെ ഇല്ല.
കൃത്യമായ ഫോളോ അപ്സ് കൊണ്ടുവരണം. കൃത്യമായ ആ ഏരിയയിൽ ഒരു പ്രോജക്റ്റ്, ആ ഓരോ കമ്മ്യൂണിറ്റിക്കും ആ ഓരോ ഏരിയയ്ക്കും വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം. ആ പ്രോജക്റ്റിൽ ഇപ്പോൾ നമ്മളിപ്പം കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാത്തന്നൂർ അല്ലെങ്കിൽ പുനലൂർ അല്ലെങ്കിൽ ഇങ്ങനെ അഞ്ചൽ, ഈ അഞ്ചലൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ മാത്രമുള്ള ഒരു പ്രോജക്റ്റായി മാറണം. അവിടെ കൃത്യമായ ഫോളോ അപ്സ് ഉണ്ടാവണം. ഫോളോ അപ്സ് ഉണ്ടാവാറില്ല. ഫോളോ അപ്സ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിന് വ്യക്തമായിട്ട് കൊല്ലത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, കൊല്ലം എന്താണെന്ന് മനസ്സിലാക്കുക, കൊല്ലത്തിൻ്റെ ഓരോ ദിക്കിൽ നിന്നും അതായത് LSGD നമ്മുടെ പഞ്ചായത്തുകൾ വഴി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ നെറ്റ്വർക്കിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരിക, കൃത്യമായ ഫോളോ അപ്പുകൾ ചെയ്യുക. നേരത്തെ ഈ പറഞ്ഞല്ലോ കുട്ടികളെ ഒരുപാട് സഹായിച്ച് അതുപോലെ തന്നെ അവർ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി എന്നുള്ള അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ലളിതമായിട്ടൊരു എക്സാമ്പിൾ, ഒരു സക്സസ് സ്റ്റോറി പോലെ ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അവർ ഈ ഗ്രൂപ്പിലേക്ക് വേണ്ടി സഹായിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്? ഒരു ഇൻസിഡൻ്റ് അല്ല, നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് പറയാനുണ്ട്. ശരിക്കും നമ്മളിതിപ്പോൾ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയെ നമ്മൾ തന്നെ ആ കുട്ടിയുടെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റുള്ള ചിലവുകളും കാര്യങ്ങളും എല്ലാമായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ആ കുട്ടി ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ IT ഫീൽഡിലൊരു ജോബായി ടെക്നോ പാർക്കിൽ, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ആ അദ്ദേഹം വഴി അയാൾ വഴി ആ കുട്ടി വഴി നമുക്ക് നമ്മുടെ സംഘടനയിലേക്കുള്ള അദ്ദേഹം റെഡിയാണ് സ്പോൺസേഴ്സ് ചെയ്യാനായിട്ട്. അത് മീൻസ് നമുക്ക് ഇനിയുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് ആ കുട്ടി മുന്നോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ സംഘടനയുമായി നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഇപ്പോൾ കൊല്ലം ജില്ല ബാലസൗഹൃദ ജില്ലയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സംഭാവന എത്രത്തോളം ആയിരിക്കും അതിൽ? നിലവിലിപ്പം കൊല്ലം ബാലസൗഹൃദ ജില്ലയാണ്. കാരണം ബാലസൗഹൃദ ജില്ലയെ ഞാൻ പറഞ്ഞല്ലോ, മറ്റ് 14 ജില്ലകളിൽ നിന്നും വളരെ മുന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് ബാലസൗഹൃദ ജില്ല അല്ലെന്നുള്ളത് പറയാൻ പറ്റില്ല, ബാലസൗഹൃദ ജില്ലയാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ സംഘടന. നമ്മുടെ സംഘടനയിൽ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് ഐക്കൺ മാത്രമല്ല അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ചെറിയ സംഘടനയാണ്, വളരെ വലിയ സംഘടനകളുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടി ഏതൊക്കെ സംഘടനകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാവും. ബാലസൗഹൃദ ജില്ലയാകുമ്പോൾ ഇപ്പം ഞാൻ റൊട്ടേറിയനാണ്, റോട്ടറി ക്ലബ് ഓഫ് കൊല്ലം സിറ്റിയിലാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ലീഡർഷിപ്പ് എന്താണെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതുപോലെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി പോലുള്ള സംഘടനകളെയും മുന്നിലേക്ക് കൊണ്ടുവരണം. ഈ ബാലസൗഹൃദ ജില്ലയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവരിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടാം. അവരതിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവരാം. ഇപ്പം 2 ദിവസം മുമ്പാണ് റോട്ടറി ഗവർണർ ചാർജ് എടുത്തത്, ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അവരെയും കൂടെ കൊണ്ടുവരാം. ഇനി അതുപോലെ മറ്റുള്ള സംഘടനകൾ, ഇനി ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പം എൻ്റെ മുമ്പിരുന്ന മുൻ ചെയർമാൻ ആന്നി സാറുണ്ട്. ആന്നി സാറിനൊരു അങ്ങനെയുള്ള സംഘടനകളുണ്ട്. ഇതുപോലെ നമ്മുടെ ശിശുക്ഷേമ സമിതി, എനിക്കൊന്ന് അഡ്വക്കേറ്റ് ഷൈൻദേവ് എൻ്റെ സെക്രട്ടറി. അപ്പോൾ അവരൊക്കെ ഈ ബാലസൗഹൃദ ജില്ലയ്ക്ക് വേണ്ടി വളരെയധികം മുന്നേ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളും ചെറിയ സംഘടനകളും വലിയ സംഘടനകളും ഒരുമിച്ച് കൊല്ലത്തൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിന്നുകൊണ്ട് ബാലസൗഹൃദ ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ ഈ കുട്ടികളിൽ ഇപ്പം പണ്ട് കാലത്തുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ സൗഹൃദം ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള സൗഹൃദമാണ്. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ആണ് നിങ്ങൾ ഈ സംഘടന രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങളുടെ ആശയം എന്താണ്? ഈ ഇപ്പോഴത്തെ തലമുറയുള്ള സമൂഹത്തിന് കുട്ടികളെ കൊടുക്കാനുള്ള ആശയം എന്താണ്? നമ്മുടെ സുഹൃത്ത് ബന്ധം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10-30 വർഷമായി ഉണ്ടായിരുന്ന പല മേഖലയിൽ നിന്ന് വന്ന കുട്ടികൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ പറഞ്ഞതുപോലെ നിന്ന് പ്രവർത്തിച്ച് ഒരു സംഘടന രൂപീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ സുഹൃത്ത് ബന്ധം, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം പല മേഖലയിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് ബന്ധമാണ്. അത് ശരിക്കും ഇന്നത്തെ തലമുറ, ഇന്ന് വരുന്ന കുട്ടികൾ അങ്ങനെ ഒരു സൗഹൃദം കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 30 വർഷമായി, കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഇന്നും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന രീതിയാണ് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം. അതേപോലെ വരുന്ന കുട്ടികളും ഇനിയുള്ള കുട്ടികളും ഇപ്പോൾ ഉള്ള കുട്ടികളടക്കം എല്ലാവരും അതേപോലെ സുഹൃത്ത് ബന്ധം കൊണ്ടുപോയി മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ സംഘടന കൊണ്ട് എന്തായിരുന്നാലും നമ്മുടെ ആശയം അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു.
അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരവധി കേസുകൾ എന്തായാലും CWCയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഇടപെടൽ മൂലം ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി പറയാൻ പറ്റും? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു മേഖല, ഞാൻ ഒരു സ്ഥലം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഒരു മേഖലയിൽ നിന്നൊരു കോൾ വരികയും അവിടെ കുട്ടികൾക്ക് നേരെ ഭക്ഷണം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിട്ട് സ്കൂളിൽ വിടുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഈ കോള് വന്നപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി, എന്താണ് അതെന്നുള്ളത്. അപ്പം അന്ന് ഞങ്ങൾക്ക് സിറ്റിങ്ങുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങൾക്കൊന്ന് പോകണം, ആ മേഖലയൊന്ന് കാണണം. എന്തുകൊണ്ടങ്ങനെ സ്കൂളിലും പോകുന്നില്ല, കുട്ടികൾ അവിടെ സ്കൂളിൽ നിന്ന് അന്വേഷിച്ചപ്പം കുട്ടികൾക്ക് പനിയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയൽവക്കത്തിൽ അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല എന്നൊരവസ്ഥ. പിന്നെ എനിക്കൊന്ന് അയൽവക്കത്തിൽ തന്നെയുള്ള ആണ് കുട്ടിയെ ചെന്ന് കാണാനായിട്ട് ഇടയായതിപ്പം ഭക്ഷണമൊന്നും കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീട്ടിൽ അന്ന് ഞങ്ങളുടെ CWCയിലുള്ള എല്ലാ മെമ്പേഴ്സും, ചെയർമാൻ ഉൾപ്പെടെ അവിടെ ചെന്നു. പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടു അതിനുശേഷം. കാര്യം അവിടെ ചെന്ന സമയത്ത് നമ്മൾ കണ്ടത്, അമ്മ സാധാരണമായി നിന്ന് എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നു, അച്ഛൻ അവിടെ ഇല്ല, പുറത്ത് പോയേക്കുന്നു, മോളവിടെ ഇരിപ്പുണ്ട്, പനിയുണ്ടോ എന്ന് ചോദിച്ചാൽ പനിയൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം സ്കൂളിൽ വിടുന്നില്ല, സ്കൂളിൽ ആഹാരം കൊടുക്കാത്ത എന്തോ അവസ്ഥയൊക്കെ ഉണ്ട്, ക്ഷീണിതരാണ്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൗൺസിലേഴ്സും ഒക്കെ അവരോട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ ഒരു സൈക്കിളിൽ വരുന്നു. അച്ഛൻ്റെ കയ്യിലൊരു ഈ പറയുന്നൊരു മദ്യക്കുപ്പിയുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയത് അച്ഛൻ ഇങ്ങനൊരു ആൽക്കഹോളിക്കാണ്, അങ്ങനെയാണെന്നൊരു അവസ്ഥയാണ് കണ്ടത്. പക്ഷേ അന്ന് ഞങ്ങൾ ഞെട്ടിച്ച വിവരം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയായിരുന്നു ഇത് കൂടുതലും ഇതിൻ്റെ ഉപയോഗം കൂടി ഇവർ ഒരുമിച്ചായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവരുടെ ബോധം പോകുമ്പോൾ ഒരു കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. മണിക്കൂറുകൾ ഇവർ ഇതിനു വേണ്ടി കളയുന്നു, കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയും. അപ്പോൾ അന്ന് നമുക്ക് ഓൺ ഓഫ് എ സഡൻ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ അന്നത്തെ ആ പർട്ടിക്കുലർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ മുന്നിലേക്ക് വന്ന് നമുക്ക് അപ്പം തന്നെ കുട്ടികളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചു. റെസ്ക്യൂ ചെയ്ത് ഈ പേരൻസിനെ നമ്മളൊരു ഡീഅഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി. ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവന്ന് അവർ കൃത്യമായ കോഴ്സുകൾ കൊടുത്ത്, കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത്, തിരിച്ച് അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഒരുമിച്ച് ഇറങ്ങി CWCയിൽ വരികയും അവർക്ക് പ്രത്യേകം ഞങ്ങളുടേതായ ഒരു സെഷൻസ് കൊടുക്കുകയും ഇന്ന് ആ കുടുംബം വളരെ നല്ല രീതിയിൽ, എനിക്കൊന്ന് ആ കുട്ടി അവരുടെ ആ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറോട് പറഞ്ഞു, ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയും പോകുന്നതെന്നുള്ളത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് മാത്രമല്ല, വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ ഇതുപോലെ കുറേ ഫാമിലീസിനെ അതിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരെങ്കിലുമൊക്കെ അവരെ നോക്കാനും ഇടപെടാനും ക്രിയാത്മകമായി ഇടപെടാനും ഉണ്ടായാൽ, ഇപ്പോൾ ആ സമയത്ത് നമ്മളവിടെ പോയി 2 വഴക്കൂട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവിടെ നമുക്ക് വേണ്ടത് അവരെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കറക്ഷണൽ മെത്തേഡ് കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ അതിന് ശേഷം ഒരുപാട് കുടുംബങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡൻ്റാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഈ കുട്ടി റേഡിയോ എന്ന പരിപാടി എത്രത്തോളം കുട്ടികളെ നമ്മളിതിലേക്ക് റേഡിയോയിലേക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു? അല്ല, കുട്ടി റേഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികളിത് അറിയണമല്ലോ. ഇത് അവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് അറിയണം. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അവർക്ക് ആശയപരമായി സംവാദിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊണ്ടുവന്ന ആ കുട്ടികളെ ഇതിനകത്ത് കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ റേഡിയോ നൽകുന്നുണ്ട് സ്കൂളുകളിലായാലും, നമ്മൾ തിരഞ്ഞെടുത്ത സ്കൂളുകളിലായാലും ചിൽഡ്രൻസ് ഹോമിലൊക്കെ റേഡിയോ കൊടുക്കുന്നുണ്ട്. ആ റേഡിയോ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് ആംഗിൾ ഒരു പ്രതിനിധി, അതായത് ഇപ്പം ഇത് യുണൈറ്റഡ് ആംഗിൾ മാത്രം നടത്തുന്നൊരു പരിപാടിയല്ല, സംയുക്തമായി ബെൻസീർ FM-ഉം യുണൈറ്റഡ് ആംഗിളും സംയുക്തമായി ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇങ്ങനൊരു പരിപാടി നടത്തുന്ന വിവരം അറിയുകയും ഇങ്ങനൊരു ആശയം ചിലപ്പോൾ കുട്ടികൾ തന്നെ പറയും, ശരി ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ താല്പര്യമുണ്ട്, ഇവിടെ ഞങ്ങൾക്കതില്ല, ഇത് ഞങ്ങൾക്കത് വേണം, അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അവരുടെ പരിപാടികളായി മാറുകയാണ്. സ്വാഭാവികമായിട്ട് അവർ ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ വരണം. ഈ ഒരു പരിപാടി മാത്രമല്ല, ഇങ്ങനെയുള്ള വിവിധ പരിപാടികളിൽ മറ്റുള്ളവരും ഏറ്റെടുത്ത് ഈ കുട്ടികൾ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പല ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. ആക്ടിവിറ്റി ഓറിയൻറ്റഡായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർ ഈ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം മാറി വരും. പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു പരിധിവരെ. അപ്പം നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാണ്. സംയുക്ത ആഭിമുഖ്യത്തിൽ ചെയ്യുന്ന പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഭാവിയിൽ ഒരുപാട് പരിപാടികൾ ചെയ്യട്ടെ എന്നും, അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ ഒരുപാട് പേര് ഏറ്റെടുത്ത് അവരുടെ ആശയങ്ങൾ പോലെ പ്രവർത്തിച്ച് എൻ്റെ റിസൾട്ട് എപ്പോഴും കുട്ടികളുടെ ക്ഷേമമായിരിക്കട്ടെ എന്ന ആശംസകൾ നിർത്തുന്നു. അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോട് കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. റനീഷ് ആൻ്റണി. താങ്ക് യു.